4 നാൾ നീണ്ടുനിന്ന CPI സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് നടന്ന റെഡ് വളണ്ടിയർ മാർച്ചും ബഹുജന റാലിയും സാംസ്കാരിക നഗരിക്ക് നൽകിയത് തൃശൂർ പൂരത്തിന്റെ ആവേശക്കടൽ. ജെബിൻ ജോസഫിന്റെ റിപ്പോർട്ടിലേക്ക്. സാംസ്കാരിക സായാഹ്നങ്ങളും രാഷ്ട്രീയ വാദപ്രതിവാദങ്ങളും നിറഞ്ഞുനിന്ന 4 ദിനരാത്രങ്ങൾക്കൊടുവിൽ ചൊവ്വാഴ്ചയിലെ മധ്യാഹ്നം എരിഞ്ഞൊടുങ്ങാറായപ്പോഴാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഹൃദയധമനികളായ റെഡ് വളണ്ടിയർമാർ തൃശൂരിന്റെ വഴികളിൽ നിറഞ്ഞത്. മുതലാളിത്തത്തിനെതിരായ വർഗസമരങ്ങൾ വിജയം കൊയ്യുന്ന മധുരമാർന്ന കനവുകൾ നിറഞ്ഞ മുദ്രാവാക്യങ്ങൾ തൊണ്ടപൊട്ടുമാർ ഉച്ചത്തിൽ ആവേശത്തോടെ വിളിച്ച 10,000-കണക്കിന് പ്രവർത്തകർ തങ്ങളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന പാർട്ടിയെ തൃശൂരിന്റെ ചരിത്ര പുസ്തകത്തിൽ അടയാളപ്പെടുത്തി. കിഴക്കേ ഗോപുരനടയിൽ നിന്ന് ആരംഭിച്ച റെഡ് വളണ്ടിയർ മാർച്ചിന് മുൻപിൽ നടന്നു നീങ്ങിയ പ്രചരണ വാഹനത്തിലെ ഉച്ചഭാഷണിയിൽ നിന്നും പാർട്ടിയെ കെട്ടിപ്പടുത്തവരിൽ തൃശൂരിന്റെ സംഭാവനകളായ മൺമറഞ്ഞ KK വാര്യർ, P നാരായണൻ നായർ, C അച്യുതമേനോൻ, VV രാഘവൻ, VK രാജൻ, കൃഷ്ണൻ കണിയാമ്പറമ്പിൽ തുടങ്ങിയവരുടെ ത്യാഗം നിറഞ്ഞ ഓർമ്മകൾ ഒഴുകിയെത്തി. വിപ്ലവ ഗാനങ്ങൾ ആലപിച്ച ബാൻഡ് മേളത്തിന് പിറകിലാണ് 10,000-ഓളം റെഡ് വളണ്ടിയർമാർ മാർച്ച് ചെയ്തു നീങ്ങിയത്. പുന്നപ്ര വയലാർ സമരത്തെ അനുസ്മരിപ്പിച്ച് കുറുവടിധാരികളായ റെഡ് വളണ്ടിയർമാർക്ക് പിറകിൽ 100-കണക്കിന് പെൺകുട്ടികളും ചമ്പടയ്ക്ക് മനോഹാരിതയേകി. നേതാക്കളായ C ദിവാകരൻ, പന്ന്യൻ രവീന്ദ്രൻ, മുല്ലക്കര രത്നാകരൻ, KP രാജേന്ദ്രൻ, KE ഇസ്മയിൽ, സുധാകര റെഡ്ഡി, AR ചന്ദ്രമോഹൻ തുടങ്ങിയ നേതാക്കൾ അണിനിരന്ന ബഹുജന റാലി മനോരമ ജംഗ്ഷനിൽ നിന്നാണ് ആരംഭിച്ചത്. ചേർപ്പ്, കൊടുങ്ങല്ലൂർ, ഇരിങ്ങാലക്കുട, കൊടകര, മാള, ചാലക്കുടി എന്നീ 6 മണ്ഡലങ്ങളിലെ പ്രവർത്തകർ നേതാക്കൾക്ക് പിറകിൽ മുദ്രാവാക്യങ്ങളുമായി നടന്നു നീങ്ങിയ റാലിയിലേക്ക് പാലസ് ഗ്രൗണ്ടിൽ നിന്നും ജില്ലയിലെ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളായ ഒല്ലൂർ, തൃശൂർ, കുന്നംകുളം, ചേലക്കര, മണലൂർ, നാട്ടിക, ഗുരുവായൂർ, വടക്കാഞ്ചേരി എന്നീ മണ്ഡലങ്ങളിലെ പ്രവർത്തകരും എത്തിയപ്പോൾ പ്രദക്ഷിണ വഴി ചെങ്കടലായി മാറി. പാറമേക്കാവ്, മണികണ്ഠനാൽ, നായ്ക്കനാൽ, കോർപ്പറേഷൻ ഓഫീസ് തുടങ്ങിയ തൃശൂരിന്റെ ഹൃദയവഴികളിലൂടെ സമാപന സമ്മേളന നഗരിയായ ശക്തൻ നഗറിലേക്ക് ശിങ്കാരിമേളം, തെയ്യം, തിറ, നിശ്ചല ദൃശ്യങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ എത്തിയപ്പോൾ പ്രവർത്തകർ ആവേശത്തിന്റെ നക്ഷത്രങ്ങളായി. ആഗോളവൽക്കരണത്തിന്റെയും അവനവനിസത്തിന്റെയും വറുതികൾക്കിടയിലും സമത്വസുന്ദരമായ കിനാവുകൾ മരണം വരിച്ചിട്ടില്ലെന്നതിന് സാക്ഷ്യം നൽകുകയായിരുന്നു CPI പ്രവർത്തകർ. തൃശൂരിന്റെ ചരിത്ര പുസ്തകത്തിൽ ചൊവ്വാഴ്ചയിലെ സായാഹ്നം ഇവർക്ക് മാത്രമായി അവകാശപ്പെട്ടിരിക്കും. TCV വാർത്ത, തൃശൂർ.